വ്യാപാരം ഒരു സേവനമായും ജീവനോപാധിയായും കാണുന്ന എല്ലാ വ്യാപാരി സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സംഘടന പുനഃസംഘടിപ്പിച്ച് നമ്മൾ നടത്തുന്ന രണ്ടാമത്തെ വാർഷിക സമ്മേളനമാണ് ഇത്. നമ്മുടെ യൂണിറ്റിന് 2 വയസ്സ് പ്രായമേ ഉള്ളുവെങ്കിലും ഇതിനോടകം നമുക്ക് സാധിക്കാവുന്ന വിധത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നാം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് അഭിമാനിക്കാം. കഴിഞ്ഞ വർഷം ഏപ്രിൽ 23-ന് നമ്മുടെ പ്രസിഡന്റ് സുനിൽ സൂര്യയുടെ വസതിയിലാണ് നമ്മുടെ പ്രഥമ സമ്മേളനം ചേർന്നത്. ജില്ലാ ഭാരവാഹികളെല്ലാം യോഗത്തിനെത്തിയിരുന്നു. അന്നേ ദിവസം ഭദ്രം പദ്ധതിയിലെ അംഗമായിരുന്ന ശ്രീ രാജി മരോട്ടിക്കലിൻ്റെ ഭാര്യയ്ക്ക് നമ്മൾ ഭദ്രം സഹായമായ 10 ലക്ഷം രൂപ കൈമാറി. എല്ലാ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മൾ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് ആ മാസത്തെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയും വരും മാസങ്ങളിൽ നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് എമർജൻസി നമ്പറുകൾ അടങ്ങിയ ഒരു സ്റ്റിക്കർ നമ്മുടെ സ്ഥാപനങ്ങളിൽ വിതരണം ചെയ്തത്. ജൂൺ മാസത്തിൽ വ്യാപാരികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നമ്മൾ തൃശ്ശൂർ കളക്ടറേറ്റിൽ ധർണ നടത്തിയിരുന്നു. നമ്മൾ വ്യാപാരികളുടെ മക്കൾ നേടുന്ന പ്രധാന നേട്ടങ്ങളിൽ നാം അവരുടെ വീട്ടിലെത്തി അവർക്ക് പ്രോത്സാഹനവും സമ്മാനങ്ങളും നൽകി വരാറുണ്ട്. ജൂലൈ മാസത്തിൽ നമ്മൾ ഓണത്തിന് നടത്താൻ ഉദ്ദേശിക്കുന്ന ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഓഗസ്റ്റിലെ ഓണം നമ്മൾ വിപുലമായി ആഘോഷിച്ചു. ഓണത്തോടനുബന്ധിച്ച് പൂക്കള മത്സരം നടത്തി 20ഓളം പേർ പങ്കെടുത്തു. ഓണത്തിന് ഗോലിക്കളി മത്സരവും പമ്പരംകൊത്ത് മത്സരം എന്നിവയും സംഘടിപ്പിച്ചു. അതിനുശേഷം നറുക്കെടുപ്പ് നടത്തി 100ഓളം പേർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഓണം നറുക്കെടുപ്പ് പദ്ധതിയിൽ നമ്മുടെ യൂണിറ്റ് 50,713 രൂപ ലാഭം നേടി. സെപ്റ്റംബർ മാസത്തിൽ അപ്രതീക്ഷിതമായി നമ്മുടെ യൂണിറ്റിനെ ഒരു സമ്മാനം ജില്ലാ കമ്മിറ്റി സമ്മാനിച്ചു. ഭദ്രം പദ്ധതിയിൽ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ചേർത്തതിന് 10,000 രൂപ നമ്മൾ നേടി. 68 പേരെയാണ് നമ്മൾ പദ്ധതിയിൽ ചേർത്തത്. ഒക്ടോബർ മാസത്തിൽ നാം വഴിയോര കച്ചവടത്തിനെതിരെ നടത്തിയ പഞ്ചായത്ത് ഓഫീസ് സമരം വൻ വിജയമായിരുന്നു. ഡിസംബറിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മൾ പുൽക്കൂട് മത്സരം സംഘടിപ്പിച്ചു. 20ഓളം പേർ പങ്കെടുത്തു. ഫെബ്രുവരിയിൽ ചാവക്കാട്ട് നടന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ സ്വീകരണ യോഗത്തിലേക്ക് നമ്മുടെ യൂണിറ്റിൽ നിന്നും 10 പേർ പങ്കെടുത്തു. അതിനുശേഷം തിരുവനന്തപുരത്ത് നടന്ന സമാപനത്തിലും നമ്മൾ പങ്കെടുത്തിരുന്നു. അന്ന് സംസ്ഥാന വ്യാപകമായി നമ്മൾ കടയടപ്പ് സമരം നടത്തി. സമരം പൂർണ്ണ വിജയമായിരുന്നു. ചരിത്രത്തിലാദ്യമായി മെഡിക്കൽ ഷോപ്പുകളും ഹോട്ടലുകൾ പോലും നമ്മോടൊപ്പം സഹകരിച്ച് കടയടപ്പ് സമരത്തിൽ പങ്കെടുത്തു. ഇതുകൂടാതെ നമ്മുടെ നാട്ടിൽ 2 വർഷത്തിലേറെയായി മുടങ്ങിക്കിടക്കുന്ന റോഡ് നിർമ്മാണത്തിലും നമ്മൾ നമ്മുടെ പ്രതിഷേധം ബന്ധപ്പെട്ടവരെ പലവട്ടം അറിയിച്ചിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട നാട്ടുകാരെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളെയും ഓട്ടോ ടാക്സി ഡ്രൈവർമാരെയെല്ലാം ഉൾപ്പെടുത്തി ഒരു ജനകീയ സമരം ഈ വിഷയത്തിൽ നടത്തേണ്ടതിൻ്റെ വക്കിലാണ് നാം ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്നത്. ഇത്രയും നാളും നമ്മുടെ സംഘടനയുമായി സഹകരിച്ചിരുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും ഉറപ്പാണെങ്കിൽ തീർച്ചയായും നമ്മൾ വിജയിക്കും. നമുക്ക് മുന്നിൽ തുറക്കാത്ത ഒരു വാതിലും ഉണ്ടാകില്ല. ജയ് ഹിന്ദ്, ജയ് വ്യാപാർ.